എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ മൊട്ടപ്പനും ഗോക്കുവും ഹാൻസം ബോയും അവര് മൂന്ന് പേരും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ഒരുപാട് മത്സരാർത്ഥികളെ തോൽപ്പിച്ച് എന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ മൂന്ന് പേരുടെ ലക്ഷ്യം ഫസ്റ്റ് അടിക്കുക, ചാമ്പ്യനായി മാറുക. അതാണ് ഇവിടെ നമ്മുടെ മൊട്ടപ്പനും ഗോക്കുവും. അവർ രണ്ടുപേരും ഒരുപാട് നേരമായി ജനങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുകയാണ്. അവരുടെ ലക്ഷ്യം അവരുടെ മാസ്റ്ററിനെ കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പൊ മാസ്റ്ററിനെ അവിടെ എവിടെയും കാണാനില്ല. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നമ്മൾ രണ്ടുപേരും ചെറിയ ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് പാപ്പനെ കണ്ടെത്താനായിട്ട് ഇത്രയും ബുദ്ധിമുട്ട്. നമുക്ക് ആരോടെങ്കിലും സഹായം ചോദിക്കാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു കപ്പട മീശക്കാരൻ അപ്പാപ്പനോട് ഹെൽപ്പ് ചോദിക്കും. ഗോക്കു ആളുടെ തലയിൽ വലിഞ്ഞു കയറി അവരുടെ മാസ്റ്റർ അപ്പാപ്പനെ അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ്. അതേസമയം ഇവിടെ അപ്പാപ്പനും ഗുൽമയും അവരാണെങ്കിൽ ക്യാഷ്വലായിട്ട് സംസാരിക്കും. ഗുൽമയാണെങ്കിൽ അപ്പാപ്പനോട് ചോദിക്കും, നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു? നിങ്ങളുടെ ശിഷ്യന്മാർ ഗോകുവും മൊട്ടപ്പനും അവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്ത് ഇപ്പൊ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ മാത്രമല്ല, എന്റെ ഫ്രണ്ട് ഹാൻസം ബോയും അവനും ഫൈനലിൽ മത്സരിക്കുന്നുണ്ട്. അപ്പാപ്പനാണെങ്കിൽ അത് കേട്ട് ഒരല്പ സന്തോഷമൊക്കെ തോന്നും. ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ആ സമയം ഞാനൊന്ന് ബാത്റൂമിൽ പോയതാണ്. ഫിലിംസിൽ ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഫൈനൽ മത്സരം അതൊരല്പം ഹാർഡാണ്. അത് അവർക്ക് ജയിക്കാൻ കഴിയുമോ എന്നാണ് എന്റെ സംശയം. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാം. അതിരിക്കട്ടെ ഉൽമ, നീ ഇപ്പം വളരെയധികം സുന്ദരിയായിരിക്കുന്നു. നിനക്ക് ഞാൻ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പാപ്പൻ ആള് മേടിച്ചൊരു ടീഷർട്ടും ഒരു ഗോൾഡൻ കീ ചെയിനും അത് രണ്ടും അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവളത് മനസ്സ് നിറഞ്ഞ് ഒത്തിരി സന്തോഷത്തോടു കൂടെ ഏറ്റുവാങ്ങുകയാണ്. അപ്പാപ്പനാണെങ്കിൽ അവളോട് പറയും, ഞാൻ നിനക്ക് നല്ല ഗിഫ്റ്റൊക്കെ തന്നില്ലേ, സോ അതിന് പ്രത്യുപകാരമായി എനിക്കൊരു ടച്ച് തരുമോ ചോദിച്ച് ആളാണെങ്കിൽ അവളുടെ സീക്രട്ട് പാർട്ടിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം കലിയളകിയ ബുൽമയാണെങ്കിൽ ആ ടീഷർട്ട് വലിച്ചെറിഞ്ഞ് അപ്പാപ്പന്റെ മുഖത്ത് ആഞ്ഞൊരേട്ടി. അപ്പാപ്പൻ ഫ്ലൈ ചെയ്തു പോയി നിലത്തങ്ങനെ അട്ടിച്ചു വീഴും. കറക്റ്റായിട്ട് ആ കാര്യം ഇവിടെ ഗോക്കു കാണുകയാണ്. പന്നിക്കുട്ടനാണെങ്കിൽ ഉൽമയോട് പറയും, നിനക്കും ഈ കോമ്പറ്റീഷനിലൊന്ന് പങ്കെടുക്കാമായിരുന്നു, നിനക്ക് നല്ല ഭാവിയുണ്ട്. അതിനുശേഷം പന്നിക്കുട്ടിയും ഉൽമയും എല്ലാവരും ഇപ്പൊ ഗോക്കുവിന്റെ മൊട്ടപ്പന്റെ അടുത്തേക്ക് എന്ന് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. സത്യത്തിൽ നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കരുതിയതല്ല, തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവരെ പറഞ്ഞയക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഫൈനൽ മത്സരത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ അകത്തേക്ക് കടന്നു പോകും. ടീമാണെങ്കിൽ തിരിഞ്ഞു നോക്കും, അപ്പാപ്പനെ അവിടെ എവിടെയും കാണാനില്ല. കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പനും ഗോക്കുവും അവർ രണ്ടുപേരും ഫൈനൽ മത്സരം നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് വരികയാണ്. അതിനുശേഷം ഹാൻസം ബോയോട് പറയും, ബൊൽമ നിന്നെ അന്വേഷിച്ചു, അവളുടെ വിഷ് നിനക്കുണ്ട്, നമുക്ക് എത്രയും വേഗം ഫൈനലിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ റെഡി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു ജയന്റ് മാൻ അവരുടെ അടുത്തേക്ക് കടന്നു വരിക. അവന്റെ ബോഡിയിൽ നിന്ന് വരുന്ന സ്മെല്ല് അത് സഹിക്കാൻ കഴിയാതെ നമ്മുടെ ആൾക്കാരെല്ലാവരും മൂക്ക് പൊത്തിപ്പിടിക്കുകയാണ്. ഓ നോ, അവൻ ജനിച്ചിട്ട് ഇന്ന് വരെ കുളിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത്രയും വൃത്തികെട്ട നാറ്റം, അതടിച്ച് എങ്ങനെ അവനോട് ഫൈറ്റ് ചെയ്യും? തീർച്ചയായിട്ടും അവനോട് ഫൈറ്റ് ചെയ്യുന്നവര് അവന്റെ സ്മെല്ലടിച്ച് എന്നെ ബോധം കെട്ട് താഴെ വീഴുന്നു പറയും. അങ്ങനെ അവർ മൂന്നുപേരും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ അവനെ തന്നെ നോക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ മത്സരിക്കുന്ന ഓരോരുത്തരായിട്ട് അവരവരുടെ ലോട്ടുകൾ എടുത്ത് അത് ബോർഡിൽ എഴുതാനായിട്ട് തുടങ്ങും. സോ ഓരോരുത്തരായി വന്ന് ഇപ്പൊ അവരുടെ ലോട്ടുകൾ എടുക്കുകയാണ്. മുട്ടപ്പനാണെങ്കിൽ ആവേശത്തിൽ ചാടി വന്ന് ആ ഒരു ബോക്സിൽ കൈയിട്ട് വാരി 2 എന്നുള്ള നമ്പർ എടുക്കും. 2 മറ്റാരുമല്ല, ആ ഒരു ജയന്റ് മാൻ. അവനാണെങ്കിൽ ഇപ്പൊ മുട്ടപ്പനെ നോക്കി പൊട്ടിച്ചിരിക്കും. മുട്ടപ്പനാണെങ്കിൽ അവനെ കണ്ട് പേടിച്ച് കരയാനായിട്ട് തുടങ്ങും. അവസാനമായിട്ട് ഇപ്പോ ഗോക്കുവിന്റെ പേര് വിളിക്കുകയാണ്. പക്ഷെ ആ ഒരു ആങ്കറിന് അവന്റെ പേര് പ്രോപ്പറായിട്ട് വിളിക്കാൻ കഴിയില്ല. ബോയയാണെങ്കിൽ ഇപ്പൊ അവന്റെ പേര് ഗോക്കു എന്നാണെന്ന് പറഞ്ഞു കൊടുക്കും. അത് കേട്ട് ആള് ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി ഇപ്പൊ ഗോക്കുവിനെ വിളിക്കും. ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി അവന്റെ ലോട്ടെടുക്കാൻ ഓടിയെത്തും. അങ്ങനെ എല്ലാവർക്കും അവർ ഫൈറ്റ് ചെയ്യേണ്ട ഓപ്പണന്റിനെ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ആ ഒരു ആങ്കർ പറയും, നിങ്ങൾ ആരും തന്നെ പ്രൈവറ്റ് പാർട്ടിൽ ഇടിക്കാനായിട്ട് പാടില്ല. ഇടിയിട്ട് വീണ് 10 എണ്ണുന്നതിന് മുമ്പിൽ എഴുന്നേറ്റിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഔട്ടാവും. മാത്രമല്ല, കളത്തിന്റെ പുറത്ത് പോയാലും നിങ്ങൾ ഔട്ട് തന്നെയാണ്. ഗോക്കുവിനാണെങ്കിൽ പ്രൈവറ്റ് പാർട്ട് അതെന്താണെന്ന് മനസ്സിലാവില്ല. അതിന് ആങ്കർ പറയും, ബോയ്സിന് അത് വേഗം പിടികിട്ടും. അത് കേട്ടൊരു പെണ്ണാണെങ്കിൽ ഞാനൊരു പെണ്ണാണെന്ന് പറയും. ആങ്കർ ആണെങ്കിൽ വണ്ടർ അടിച്ച് ഇപ്പൊ അവരെ എല്ലാവരെയും മെയിൻ ഫൈറ്റ് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവാണ്. ഗോക്കു ആണെങ്കിൽ ആ ആങ്കറിനോട് എനിക്ക് മത്സരത്തിന് മുൻപ് അല്പം ഭക്ഷണം കഴിക്കണമെന്ന് പറയും. ഉടനെ അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനോട് അവര് ഭക്ഷണം കൊടുക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റിനോട് ഗോക്കുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട് പറയുകയാണ്. ഗോക്കു ആണെങ്കിൽ മത്സരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് മുഴുവൻ തിന്നു തീർക്കും. അതിനുശേഷം ഇപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് ഈ മത്സരം അത് നടക്കുന്നതിനായിട്ട് കോതയിലേക്ക് വരികയാണ്. ആങ്കർ ആണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോ മൊട്ടപ്പന്റെയും ആ ജൈനിന്റെയും പേരായിരിക്കും വിളിക്കുക. രണ്ടാമതായിട്ട് മത്സരിക്കുന്നത് ജാക്കി ചാനും നമ്മുടെ ഹാൻസം ബോയും. അതിനുശേഷം ഗോക്കുവിന്റെയും യാന്റെയും പേര് വിളിക്കും. പിന്നെ ഓരോരുത്തരുടെ ആയിട്ട് പേര് വിളിച്ച് അവരാണെങ്കിൽ ആ മത്സരം ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഷോ ഡയറക്ടർ ആളാണെങ്കിൽ 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത മാച്ച് മറ്റാർക്കും അല്ല, മൊട്ടപ്പനും ആ സ്മെൽ മാൻ ജയന്റിനും. മൊട്ടപ്പനാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേടി തോന്നും.
ചുറ്റുമുള്ളവരെല്ലാവരും മൊട്ടപ്പന് വേണ്ടി ചേറുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മൂക്ക് പൊത്തി മൊട്ടപ്പനെയും ആ ജയന്റിനെ നോക്കും. ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോ ആ ജയന്റിന്റെ സ്മെല്ല് അത് സഹിക്കാനായിട്ട് കഴിയില്ല. ആങ്കർ അടക്കം എല്ലാവരും അവന്റെ നാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് മൂക്ക് പൊത്തിപ്പിടിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഗോക്കു ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മൊട്ടപ്പനെ വിളിക്കും. ഞാൻ ഇവിടെ ഉണ്ട്, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് ഞാൻ തരാമെന്ന് പറയും. അതിന് മൊട്ടപ്പനാണെങ്കിൽ താങ്ക്സ് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അടുത്ത നിമിഷം ഫൈറ്റ് സ്റ്റാർട്ട് ആവുകയാണ്. ആ ഒരു ജയന്റ് ആണെങ്കിൽ അവന്റെ സ്മെല്ല് അത് മൊട്ടപ്പന്റെ ദേഹത്തേക്ക് അടിച്ചു വിടും. മൊട്ടപ്പൻ മൂക്ക് പൊത്തി എങ്ങനെയെങ്കിലും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ സമയം അവനാണെങ്കിൽ വാ തുറന്ന് അവന്റെ വായിലുള്ള ആ വൃത്തികെട്ട മണമുള്ള എയർ അത് അവന് നേരെ അങ്ങനെ ഊതി വിടുകയാണ്. അത് ശ്വസിച്ച് അവന് കാറ്റുപോയി അങ്ങനെ താഴേക്ക് അടിച്ചു വീഴും. ചുറ്റുമുള്ളവരെല്ലാവരും അതുകൊണ്ട് പേടിക്കുകയാണ്. ഓ നോ, അവനെ കൊണ്ട് ആ സ്മെല്ല് താങ്ങാൻ കഴിയുന്നില്ല. ബോൾമേൻ ടീമും എല്ലാം തന്നെ അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മൊട്ടയെ വേഗം എഴുന്നേക്ക്, അവൻ എങ്ങനെയെങ്കിലും തല്ലി താഴെയിട്, ഒരു കാരണവശാലും നീ അവന്റെ മുൻപിൽ തോറ്റുപോകാനായിട്ട് പാടില്ല. അത് കേട്ട് മൊട്ട അവൻ പതിയെ എഴുന്നേൽക്കും. മൊട്ടപ്പനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട ആ ജയന്റ് അവനങ്ങനെ അടുത്തേക്ക് വന്ന് മൊട്ടപ്പന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. അവന്റെ ബോഡി മുഴുവൻ റെഡായിട്ട് മാറും. അതിനുശേഷം അതെല്ലാം തന്നെ ഡാർക്ക് കളറിലേക്ക് മാറുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും പേടിച്ച് മൊട്ടപ്പനെ തന്നെയാണ് നോക്കുന്നത്. ഇതുപോലെ ഇനിയും അവൻ അല്പനേരം കൂടെ മൊട്ടപ്പനെ ഞെക്കി പിടിക്കുകയാണെങ്കിൽ അവന്റെ കാറ്റ് പോവും. ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, നീ എന്തായി ചെയ്യണേ, അടങ്ങിയിരിക്കാതെ എത്രയും വേഗം നിന്റെ പവർ അതെന്താണെന്ന് അവനെയും ചുറ്റുമുള്ളവരെയും നീ കാണിച്ചു കൊടുക്ക്. നിന്റെ പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്. അത് കേൾക്കേണ്ട താമസം മൊട്ടപ്പൻ അവനവന്റെ കാല് വെച്ച് ആ ജയന്റിനെ ചവിട്ടി താഴെയിടും. ആ ചവിട്ട് കിട്ടി ആ ജയന്റ് അങ്ങനെ അട്ടിച്ച് താഴെ വീഴുകയാണ്. അത് കണ്ട് ഗോക്കുവിനും ചുറ്റും ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവരെല്ലാവരും ഇപ്പൊ മൊട്ടപ്പന്റെ പേര് വിളിച്ച് ഷെയർ ചെയ്യാണ്. ഇവിടെ ആ ജയന്റ് അവനാണെങ്കിൽ കാര്യമായിട്ടൊന്നും തന്നെ സംഭവിച്ചില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് വന്ന്, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ചവിട്ടി താഴെയിടും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ് എനിക്കെതിരെ ഉണ്ടാവുന്നത്. സോ ഒരു കാരണവശാലും ജീവനോട് കൂടെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞ് ജയന്റ് ആണെങ്കിൽ മൊട്ടപ്പന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ പുറകോട്ട് നീങ്ങി ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റേജിന്റെ ബ്രിമ്മിലെത്തി. മൊട്ടപ്പനാണെങ്കിൽ അവന്റെ കാലിന്റെ ഇടയിലൂടെ ഓടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഒരു ജയന്റ് മൊട്ടപ്പന്റെ ദേഹത്ത് കയറി ആഞ്ഞിരിക്കും. വീണ്ടും അവനെ വേദനിപ്പിച്ച് അവന്റെ ബോഡിയിലേക്ക് ചാടി ഇരിക്കുകയാണ്. അതിനുശേഷം അവന്റെ മുഖത്ത് ആഞ്ഞു ചവിട്ടി അങ്ങനെ തല്ലി കൊല്ലാനായിട്ട് ശ്രമിക്കും. ചുറ്റുമുള്ളവരെല്ലാവരും നെഞ്ചിടിപ്പോട് കൂടെ ആ ഒരു കാഴ്ച കണ്ട് ഭയപ്പെടാനായിട്ട് ആരംഭിക്കും. കാരണം ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്ക് അത് അവർ കണ്ടിട്ടില്ല. ആണികൾക്ക് ആർക്കും തന്നെ ആ ജയന്റിന്റെ സ്മെല്ല് അത് സഹിക്കാനായിട്ട് കഴിയില്ല. അവരെല്ലാവരും മൂക്ക് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ആ ഒരു ജയന്റ് മുട്ടപ്പനെ വീണ്ടും ആ ഞാഞ്ഞ ചവിട്ടാണ്. അവന്റെ വായിലൂടെ നൊരയും പതയൊക്കെ വന്ന് മുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അനങ്ങുന്നില്ല. ചുറ്റുമുള്ളവരെല്ലാവരും മുട്ടപ്പന്റെ പേര് അത് ഉച്ചത്തിൽ വിളിക്കും. നോക്കുവാണെങ്കിൽ വിളിച്ചു പറയും, മുട്ടപ്പ തീർച്ചയായിട്ടും നിനക്ക് ജയിക്കാനായിട്ട് കഴിയും, നീ ഇത്രയും നേരം അവനോട് ഫൈറ്റ് ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യം. അടുത്ത നിമിഷം മുട്ടപ്പനാണെങ്കിൽ ചാടി എഴുന്നേക്കാണ്. അത് കണ്ട് ആ ജയന്റ് ഞെട്ടും. ഓ, നിനക്ക് ഇത്രയും കിട്ടിയൊന്നും മതിയായില്ലല്ലേ, നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മുട്ടപ്പന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പും. പക്ഷെ നമ്മുടെ ചക്കൻ അവൻ നൈസായിട്ട് എടുത്തു ചാടി ആ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ആ ജയന്റിന്റെ മുഖം ആഞ്ഞു തൊഴിച്ച് അവനെ നിലത്തടിച്ച് വീഴിപ്പിക്കും. അതിനുശേഷം വീണ്ടും ഓടി വന്ന് അവനാണെങ്കിൽ ഗ്യാസ് റിലീസ് ചെയ്ത് ജയന്റിന്റെ ബോധം കളയുകയാണ്. ജയന്റ് ആണെങ്കിൽ മൊത്തത്തിൽ നോക്കൌട്ടായിട്ട് അങ്ങനെ തോൽവി സമ്മതിക്കും. അത് കണ്ട് ഗോക്കുവും അവിടെയുള്ള എല്ലാവരും ഇപ്പൊ മുട്ടപ്പന്റെ പേര് വിളിച്ച് ചെയർ ചെയ്യും. ഗോക്കു ആണെങ്കിൽ ഓടി വന്ന് ഇപ്പൊ മുട്ടപ്പന്റെ കൈ ഉയർത്തിപ്പിടിക്കും. നമ്മൾ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ്. അത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് അവരെല്ലാവരും ആ ഒരു സ്റ്റേജും ബാക്ക്ഗ്രൗണ്ടും എല്ലാം ക്ലീൻ ചെയ്യാണ്. കാരണം ആ ജയന്റിന്റെ സ്മെല്ല് അവിടെ മുഴുവൻ തന്നെ സ്പ്രെഡ് ആയിരിക്കുകയാണ്. അവരെ കൊണ്ട് ആർക്കും അത് സഹിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.